പറവൂർ അംബേദ്കർ പാർക്ക് സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാർക്കിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. സിനിമാ നടൻ കെടാമംഗലം വിനോദ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പറവൂർ അംബേദ്കർ പാർക്കിൽ രാവിലെയും വൈകിട്ടും സവാരിക്കായി എത്തുന്ന 50ഓളം പേരടങ്ങുന്ന സൌഹൃദം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. പാർക്കിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാടുപിടിച്ച് പരിസരം ഇഴജന്തുക്കളുടെ സ്വൈരവിഹാര കേന്ദ്രമാണ്. വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് കൊതുക് ശല്യം അതിരൂക്ഷമാണ്. ഡെങ്കിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം പാർക്കിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് കൂട്ടായ്മ അംഗം കെ ആർ ഷിബു പറഞ്ഞു. നമ്മുടെ പാർക്കിന്റെ 25ാമത് വാർഷികമാണ് ഇന്നലെ നടന്നത്. ഈ ശാസ്ത്ര പാർക്ക് കാട് പിടിച്ച് ഒരു ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അതുപോലെ തന്നെ മരങ്ങൾ വർഷങ്ങളായിട്ട് കാട് പിടിച്ച് അതിൻ്റെ ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ പാർക്കിലുള്ളത്. അതുപോലെ തന്നെ ഈ വെള്ളം കെട്ടി കൊതുകിൻ്റെ ശല്യം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ പാർക്കിൽ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടും നമ്മുടെ നഗരസഭ യാതൊരുവിധ നടപടിയും ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. മരം, അതുപോലെ തന്നെ അപകട ഭീഷണിയായി തുടരുന്ന മരം, അതിന്റെ ചില്ലുകൾ മുറിച്ചു മാറ്റണമെന്ന് സൗഹൃദ കൂട്ടായ്മ എല്ലാവരും മാസ് പെറ്റീഷൻ കൊടുത്തു. എന്നിട്ട് പോലും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ ഇതെല്ലാം ഒരു തണലായി മാത്രം കണ്ടുകൊണ്ട് നഗരസഭ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിൽ വരുന്നവർക്ക് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടം പോലുമില്ല. ഓപ്പൺ സ്റ്റേജിൽ മഴക്കാലമായാൽ പരിപാടികളൊന്നും തന്നെ നടത്തുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ലക്ഷങ്ങൾ മുടക്കി തുടങ്ങിയ സയൻസ് പവലിയൻ പൂർണ്ണമായും നശിച്ചു. വിളക്കുകൾ പോലും പലതും കണ്ണടച്ച സ്ഥിതിയിലാണെന്നും പാർക്കിന്റെ ന്യൂനതകൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും ശിവദാസൻ പറഞ്ഞു. വൈകിട്ട് ജോലിയെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ 8 മണി വരെയാണ് ഇപ്പോൾ പാർക്ക് അനുവദിക്കുന്നത്. അതൊരു കുറച്ചും കൂടി സമയം കൂട്ടണമെന്ന് സൗഹൃദ കൂട്ടായ്മ ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റേജ് ഉള്ളത് നമുക്ക് കലാപരിപാടികൾ നടത്താനായിട്ട് അപര്യാപ്തമാണ്. ഒരു സ്റ്റേജും ചെറിയൊരു ഗ്രീൻ റൂമും ഉണ്ടെങ്കിലും അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. നല്ലൊരു കാറ്റടി വന്നു കഴിഞ്ഞാൽ അത് നനയും. അപ്പോൾ അത് കുറച്ച് ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യമുള്ള ഒരു ഹാള് പോലെ ആക്കുകയാണെങ്കിൽ അത് പറവൂർ പോലെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് പറവൂർ മുനിസിപ്പാലിറ്റി. ഒരുപാട് ഗായകരും സംഗീത പ്രേമികളും ഒക്കെ ഉള്ള ഇതാണ്. ഇവിടെ പല ദിവസങ്ങളിലും സംഗീതത്തിൻ്റെയും ഈ ചലച്ചിത്രഗാനങ്ങളുടെയൊക്കെ പരിപാടികൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കൊല്ലത്തിൽ 3-4 ദിവസങ്ങളാണ് ഇവിടെ പരിപാടി നടത്തുന്നത്. ഇതിനുള്ള സൗകര്യങ്ങൾ നഗരസഭയും ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എല്ലാ ആഴ്ചകളിലും തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ആളുകൾക്ക് ഒരു വിനോദമായിട്ട് ഈ പാർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പാർക്ക് സ്ഥാപിച്ച് 25 വർഷം പൂർത്തിയായ വേളയിൽ പ്രായഭേദമന്യുള്ള കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് അംഗങ്ങൾ ആഘോഷം പങ്കിട്ടു. AC ന്യൂസ് നോർത്ത് പറവൂർ.